ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃ സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ലഹരിക്കടത്തും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന മേഖലാ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കൊച്ചി കയർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കും. 100ാമത്തെ ഉപഗ്രഹ വിക്ഷേപണം ഈ മാസം അവസാനത്തോടെയുണ്ടാകുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ്. ഭാവഗായകൻ P. ജയചന്ദ്രന് മലയാളക്കര ഇന്ന് വിട നൽകും. സംസ്കാരം വൈകിട്ട്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC നോർത്ത് ഈസ്റ്റ് FC പോരാട്ടം സമനിലയിൽ. വാർത്തകൾ വിശദമായി. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃ സംവാദം 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 3000ത്തോളം യുവ നേതാക്കളുമായി ശ്രീ മോദി സംവദിക്കും. സാങ്കേതികവിദ്യ, സുസ്ഥിരത, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ യുവ നേതാക്കൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ 2047ഓടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതിയും മതേതരത്വവും ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ 100% നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ സംരംഭകനായ നിഖിൽ കാമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. आज मैं 30 सेकंड में 10 करोड़ किसानों के खाते में सीधे पैसे भेज सकता हूं। मैं आज देश के 13 करोड़ गैस सिलेंडर के उपभोक्ताओं को सब्सिडी के पैसे एक क्लिक से 30 सेकंड में भेज सकता हूं। क्यों? जनधन अकाउंट किसी को लेके कब होता, लेकिन देश के करोड़ों रुपये जो लीकेज होता था, जो भ्रष्टाचार होता था, वो गया और टेक्नोलॉजी का एक उपयोग। ജനങ്ങൾക്ക് പ്രാപ്യനായ വ്യക്തിയാവുക എന്നതാണ് ഒരു നല്ല രാഷ്ട്രീയ നേതാവിന്റെ പ്രധാന ഗുണങ്ങളിലൊന്നെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ജീവിതം, രാഷ്ട്രീയ വഴികൾ തുടങ്ങിയവ അഭിമുഖത്തിൽ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കും. അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ അറിയിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശവും പ്രചോദനവും പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ വിജയത്തിന് പ്രേരണയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. ലഹരിമരുന്ന് കടത്തും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖലാ സമ്മേളനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് കടത്തും ദേശസുരക്ഷയിൽ അതിന്റെ സ്വാധീനവും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. 14ാമത് ലഹരിമരുന്ന് നിർമ്മാർജ്ജന പാക്ഷികം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. 8 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രതിനിധികൾ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ സമാധാനവും സമൃദ്ധിയും നിലനിർത്താൻ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. എയ്റോ ഇന്ത്യ 2025 മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന അംബാസഡർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. New world order calls for enhanced cohesiveness of the global community. It is thus of paramount importance that the like-minded countries should strive together for collective actions for peace and prosperity. Without these, our future generations will not be able to take advantage of economic growth or the technological innovations. ഫ്രഞ്ച് തീരത്തെ ഇംഗ്ലീഷ് ചാനലിലെ ദ്വീപുകളിലൊന്നായ ഗൺസിയയിൽ നടന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അധ്യക്ഷത വഹിച്ചു. കൃഷി, നിർമ്മിത ബുദ്ധി എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നതായി ശ്രീ ബിർള പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ 70-അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇന്നലെ തുടക്കമായി. ആദ്യ ദിവസം വിവിധ മണ്ഡലങ്ങളിലായി 9 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. വോട്ടെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി BJP കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കേരളത്തിലെത്തും. കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനം, അരൂർ, ചേർത്തല എന്നിവിടങ്ങളിലെ കയർ നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിക്കും. പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ധാതു ബ്ലോക്കുകളുടെ ആദ്യഘട്ട ലേലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഖനി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ഇന്ന് കൊച്ചിയിൽ നടക്കും. ആദ്യഘട്ട ലേലത്തിൽ അറബിക്കടലിലെയും ആൻഡമാൻ കടലിലെയും 13 ബ്ലോക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള തീരത്തിന് സമീപമുള്ള 3 ബ്ലോക്കുകളും ഇതിൽ ഉൾപ്പെടും. ചടങ്ങിൽ ഖനി മന്ത്രാലയം സെക്രട്ടറി VL കാന്തറാവു പങ്കെടുക്കും. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിങ്ങിനുള്ള തീയതി ഉടൻ തീരുമാനിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ഡോക്കിങ്ങിന് സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ISROയുടെ 100ാമത്തെ ഉപഗ്രഹ വിക്ഷേപണമായ നാവിക് ജനുവരി അവസാനത്തോടെ ഉണ്ടാകുമെന്ന് ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഡോക്ടർ സോമനാഥ് അറിയിച്ചു. Current integration activity going on in SDSC, there are 3 launches are getting prepared. The first launch is for the GSLV with a NAVIC second series in the revised series of NAVIC 02. This is going to be the 100th launch, I suppose, if everything goes well. This is scheduled by the end of January. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന് മലയാളക്കര ഇന്ന് വിട നൽകും. ഭൗതിക ശരീരം രാവിലെ 8-ന് ജന്മനാടായ ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോകും. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. പകൽ 3:30-ന് പാലിയത്തെ തറവാട്ട് വളപ്പിൽ സംസ്കരിക്കും. ഇന്നലെ തൃശൂർ സംഗീത നാടക അക്കാദമിയിലും പൂങ്കുന്നത്ത് വീട്ടിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ആയിരങ്ങൾ എത്തി. എരുമേലിയിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പ്രധാന ആചാരമായ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടകെട്ട് ഇന്ന് നടക്കും. ഉച്ചയോടെ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പുറപ്പെടും. വാവരുപള്ളി എന്നറിയപ്പെടുന്ന നയനാർ പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി വാവരുടെ പ്രതിനിധിയോടൊപ്പം സംഘം പേട്ട ശാസ്താക്ഷേത്രത്തിലേക്ക് നീങ്ങും. ഉച്ചകഴിഞ്ഞ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കും. ഇന്നലെ എരുമേലിയിലെത്തിയ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. വെനസ്വേലയുടെ പ്രസിഡന്റായി നിക്കോളാസ് മഡുറോ 3ാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഡുറോയുടെ വിജയം രാജ്യത്തെ പ്രതിപക്ഷം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അമേരിക്കയും സ്പെയിനും യൂറോപ്യൻ പാർലമെന്റും മഡുറോയുടെ വിജയം അംഗീകരിച്ചിട്ടില്ല. രഹസ്യബന്ധം മറച്ചുവയ്ക്കാൻ നടിക്ക് പണം നൽകിയ കേസിൽ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാവിധി ഒഴിവാക്കി. കേസിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തി. എന്നാൽ ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് സീസണിൽ കോഴിക്കോട് നടന്ന ആദ്യ മത്സരത്തിൽ ഗോകുലത്തിന് സമനില. ചാമ്പ്യന്മാരായ ഒഡീഷ FCയെയാണ് സമനിലയിൽ തളച്ചത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FCയും നോർത്ത് ഈസ്റ്റ് FCയും തമ്മിൽ ഇന്നലെ നടന്ന മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. ഇന്ന് ബംഗളൂരു മുഹമ്മദൻസ് FCയെയും മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെയും നേരിടും. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് വിജയം. രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് 231 റൺസ് വിജയലക്ഷ്യമുയർത്തി. 35ാം ഓവറിൽ ഇന്ത്യൻ വനിതകൾ ലക്ഷ്യം കണ്ടു. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾ സെമിയിൽ, ക്വാർട്ടറിൽ മഹാരാഷ്ട്രയെ തോൽപ്പിച്ചു. ദേശീയ വോളിബോളിൽ കേരള ടീമുകൾ ക്വാർട്ടറിൽ. പുരുഷ വിഭാഗം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യൻ റെയിൽവേസിനെ കീഴടക്കിയാണ് കേരളം മുന്നേറിയത്. കേരള വനിതകൾ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ബംഗാൾ ടീമുകളെ നേരിട്ടുള്ള സെറ്റുകളിൽ കീഴടക്കിയാണ് ക്വാർട്ടറിൽ കടന്നത്. ആരോഗ്യ സർവകലാശാല അത്ലറ്റിക് മീറ്റിന് ഇന്ന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2 ദിവസത്തെ മീറ്റിൽ 1500ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃ സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ലഹരി കടത്തും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന മേഖലാ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി ഇന്ന് കൊച്ചി കയർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കും. 100ാമത്തെ ഉപഗ്രഹ വിക്ഷേപണം ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ഭാവഗായകൻ P. ജയചന്ദ്രന് മലയാളക്കര ഇന്ന് വിട നൽകും. സംസ്കാരം വൈകിട്ട്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC നോർത്ത് ഈസ്റ്റ് FC പോരാട്ടം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.